തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. ഇനി എന്തിനു സ്വർണം വാങ്ങാൻ കാത്തിരിക്കണം? ചെമ്മാട് തോമ ജ്വല്ലറിയുടെ ഷോറൂം ഉടൻ സന്ദർശിക്കൂ. വാർത്തകൾ വിശദമായി. മുസ്ലിം ലീഗ് നിയന്ത്രണത്തിലുള്ള തെന്നല സർവീസ് സഹകരണ ബാങ്കിൽ കോടികളുടെ വായ്പാ തട്ടിപ്പ് നടത്തിയ കേസിലെ ഒന്നാം പ്രതി അറസ്റ്റിൽ. ബാങ്കിലെ അക്കൗണ്ടന്റായിരുന്ന തെന്നല പൂക്കിപ്പറമ്പ് ഹൈസ്കൂൾ റോഡ് വാളക്കുളത്ത് കള്ളിയത്ത് വീട്ടിൽ മൻസൂറിനെയാണ് ജില്ലാ ക്രൈംബ്രാഞ്ച് സാമ്പത്തിക കുറ്റാന്വേഷണ വിഭാഗം അറസ്റ്റ് ചെയ്തത്. ഇന്നലെ പുലർച്ചെ 5 മണിയോടെ തെന്നലയിലെ വീട്ടിൽ നിന്നാണ് പ്രതിയെ കസ്റ്റഡിയിലെടുത്തത്. വിദേശത്തായിരുന്ന മൻസൂർ ഈയിടെയാണ് നാട്ടിലെത്തിയത്. മലപ്പുറം സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർ ജില്ലാ പോലീസ് മേധാവിക്ക് നൽകിയ പരാതിയെ തുടർന്നായിരുന്നു കേസും അറസ്റ്റും. വ്യാജരേഖ ചമച്ച് ജീവനക്കാരും ഭരണസമിതി അംഗങ്ങളും ബാങ്കിൽ നിന്ന് കോടികൾ വായ്പയെടുത്ത് തട്ടിപ്പ് നടത്തിയെന്നാണ് കേസ്. കേസിൽ ബാങ്കിന്റെ മുൻ പ്രസിഡന്റ്, ഡയറക്ടർ ബോർഡ് അംഗങ്ങൾ, സെക്രട്ടറി എന്നിവരടക്കം 5 പേർ നേരത്തെ അറസ്റ്റിലായിരുന്നു. ഇന്നലെ അറസ്റ്റിലായ മൻസൂറിന്റെ ഭാര്യയും പ്രതിപട്ടികയിലുണ്ട്. സമാനമായ തട്ടിപ്പ് കേസിൽ 2015-ലും മൻസൂർ അറസ്റ്റിലായിരുന്നു. വ്യാജരേഖ ചമച്ച് 60ഓളം ബാങ്ക് അക്കൗണ്ടുകൾ മൻസൂർ കൈക്കലാക്കിയതായി അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. ഇതിലൂടെയാണ് തട്ടിപ്പ് നടത്തിയത്. 2 വയസ്സുള്ള കുട്ടിയുടെ പേരിൽ വരെ വ്യാജരേഖ ഉണ്ടാക്കി വായ്പാ തട്ടിപ്പ് നടത്തിയതായും അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. ബാങ്കിൽ 2022 മുതൽ നടന്ന സാമ്പത്തിക തിരിമറികളിലും തട്ടിപ്പിലും അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് പോലീസിൽ പരാതി ലഭിച്ചിരുന്നു. പ്രാഥമിക അന്വേഷണത്തിൽ 37 കോടി രൂപയുടെ തട്ടിപ്പ് നടന്നതായാണ് സഹകരണ വകുപ്പിന്റെ കണ്ടെത്തൽ. മൻസൂറിനെ മലപ്പുറം 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയ ശേഷം റിമാൻഡ് ചെയ്തു. കോട്ടക്കൽ പോലീസ് അന്വേഷിച്ച കേസ് പിന്നീട് ക്രൈംബ്രാഞ്ചിന് കൈമാറുകയായിരുന്നു. ക്രൈംബ്രാഞ്ച് സാമ്പത്തിക കുറ്റാന്വേഷണ വിഭാഗം DYSP PM രവീന്ദ്രൻ, CI PK രാജ്മോഹൻ, SI-മാരായ K ശ്യാം, K ഷാഹുൽ ഹമീദ്, ASI-മാരായ P ഷീജ, ഷിബിൻലാൽ, സീനിയർ CPO K സൽമാൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് മൻസൂറിനെ പിടികൂടിയത്. ന്യൂസ് ബ്യൂറോ, തിരൂരങ്ങാടി. അങ്ങ് ദൂരെ മലേഷ്യയിൽ പോയി കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടുവന്നാലോ? അതും സൗജന്യമായി. വിശ്വസിക്കാൻ പറ്റുന്നില്ല അല്ലേ? 2025 ജൂലൈ 1 മുതൽ 2026 ഓഗസ്റ്റ് 30 വരെ തൂബ ജ്വല്ലറിയിൽ നിന്നും സ്വാ ഡയമണ്ട്സ് പർച്ചേസ് ചെയ്യുന്ന വ്യക്തികളിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന 30 പേർക്കാണ് ഈ സുവർണാവസരം. ഈ വർഷകാലയളവിനെ 3 ഭാഗങ്ങളായി തിരിച്ച് നറുക്കെടുപ്പ് സംഘടിപ്പിക്കും. ഓരോ നറുക്കെടുപ്പിലെ വിജയികൾക്കായിരിക്കും ഈ സൗജന്യ മലേഷ്യ യാത്ര. കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനും ഡയമണ്ട് വാങ്ങുന്നതിനും ഇന്ന് തന്നെ ചെമ്മാട് തൂബ ജ്വല്ലറി സന്ദർശിക്കും.